നമസ്കാരം. കേരളത്തിൽ ജനിച്ചുപോയി എന്നത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. പക്ഷേ ഈ ഭരണാധികാരികൾ ഉണ്ടാക്കി വയ്ക്കുന്ന വൻ ബാധ്യതകളുടെയും ഭരണപരാജയത്തിൻ്റെയും ഭാരം നമ്മൾ ജനങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞാൽ സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? KSEBയുടെ ഭീമമായ ശമ്പള ചെലവിന് പുറമെ പെൻഷൻ ബാധ്യത കൂടി പൊതുജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതി അണിയറയിൽ ഒരുങ്ങുകയാണ്. അതിനായി വൈദ്യുതി താരിഫിൻ്റെ 2ാം നിയമ ഭേദഗതിക്കുള്ള നീക്കങ്ങൾ നടന്നുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജനുവരി 4-ന് പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുക്കും. ഏപ്രിൽ മാസത്തിൽ ഈ ബാധ്യത കൂടി ചേർത്ത്, അതായത് പെൻഷൻ്റെ ചെലവ് കൂടി ചേർത്ത് പുതിയ നിരക്ക് വർധന നടപ്പിലാക്കും. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ നടപ്പിലാക്കിയ വർധനയ്ക്ക് പുറമെയാണിത്. പെൻഷൻ ചെലവ് കൂടാതെ അടുത്ത വർഷം ശമ്പള വർധന നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന 480 കോടി രൂപയുടെ ബാധ്യത കൂടി താരിഫിൽ ഉൾപ്പെടുത്തണമെന്നാണ് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2013-ൽ പെൻഷൻ ബാധ്യത മറികടക്കാൻ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇതനുസരിച്ച് 8,144 കോടിയുടെ ബോണ്ട് KSEBയും 3,751 കോടിയുടെ ബോണ്ട് സംസ്ഥാന സർക്കാരും ഇറക്കിയിരുന്നു. KSEB 10% പലിശയും സർക്കാർ 9% പലിശയും ഇതിനായി നൽകാനും KSEBയുടെ പലിശ ചെലവ് ബോർഡിൻ്റെ പൊതു ചെലവിൽപ്പെടുത്തി അത് പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ KSEB നഷ്ടത്തിലായതോടെ 2021 മുതൽ പലിശ മാത്രമല്ല, പെൻഷനുമായി ബന്ധപ്പെട്ട സർക്കാർ നൽകുന്ന വിഹിതത്തിന് പുറമേ വരുന്ന ചെലവും പൊതുജനങ്ങളിൽ നിന്ന് താരിഫായി ഈടാക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിനെ ഹൈടെൻഷൻ ആൻഡ് എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഇതോടെ ഹൈക്കോടതി ഈ നീക്കത്തെ തടഞ്ഞു. അതിനിടെ ബോണ്ടിൻ്റെ 10 വർഷത്തെ കാലാവധി അവസാനിച്ചതോടെ പെൻഷൻ ബാധ്യതയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങി. ഇതോടെ മുഴുവൻ ബാധ്യതയും KSEBയുടെ ചുമലിലായി. ഇതിനെ മറികടക്കാനാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. 2017-18-ൽ 1,341.36 കോടിയുടെ പെൻഷൻ ബാധ്യത KSEBക്കുണ്ട്. 2018-19-ൽ 1,378.04 കോടിയുടെയും 2019-2020-ൽ 1,558.88 കോടിയുടെയും 2020-21-ൽ 1,737.05 കോടിയുടെയും 2021-22-ൽ 2,376.69 കോടിയുടെയും 2022-23-ൽ 2,524.10 കോടിയുടെയും പെൻഷൻ ബാധ്യത KSEBക്കുണ്ട്. വൈദ്യുതി ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ പണം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ജനങ്ങളെ ഇത്തരത്തിൽ പിഴിയുന്നത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടുതന്നെ എന്ന് ഉത്തരം പറയേണ്ടി വരും. സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടായിട്ടും കരാറടിസ്ഥാനത്തിൽ നിരവധി വാഹനങ്ങളാണ് KSEB വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നത്. ഇത് ബോർഡിന് വരുത്തുന്നത് വൻ സാമ്പത്തിക ചെലവാണ്. കൂടാതെ അമിത ശമ്പളവും. ഇതെല്ലാം കെട്ടിവെക്കുന്നതോ നമ്മൾ പൊതുജനങ്ങളുടെ തലയിലും. എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, എന്ന് ജനങ്ങൾക്ക് പ്രതികരണശേഷി ഉണ്ടാകുന്നു അന്നുവരെ ഈ നാട് ഇങ്ങനെയൊക്കെ പോകൂ എന്ന് തന്നെയാണ് ഉത്തരം.